നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ഗോകുലം ഗ്രൂപ്പിൽ വ്യാപക ED പരിശോധന. കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു. ഗോകുലത്തിന്റെ ചെന്നൈ, കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിൽ ED സംഘമെത്തി. കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ആദായ നികുതി ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്ക്. വിദേശ നാണ്യ വിനിമയ നിയമം ലംഘിച്ചെന്ന ആരോപണത്തിലാണ് റെയ്ഡ്. ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലെ ED റെയ്ഡ് എമ്പുരാൻ സിനിമ വിവാദത്തെ തുടർന്നാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചോറ് കഴിക്കുന്ന എല്ലാവർക്കും കാര്യം എന്താണെന്ന് വ്യക്തമാകുമെന്നും VD സതീശൻ പറഞ്ഞു. മലപ്പുറം മഞ്ചേരിയിൽ STPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 5 വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ചെങ്ങര, മംഗലശ്ശേരി, കിഴക്കേത്തല, ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. പഴയടത്ത് ഷംനാദിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയെങ്കിലും ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം. എക്സാലോജിക്കും ശശിധരൻ കാർത്തിയും CMRL കേസിൽ പ്രതികളാണ്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത CPM. പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ കേസിൽ തൽക്കാലം ചർച്ചയില്ലെന്ന് CPM. SFIO നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒറ്റക്കെട്ടായി നേരിടുമെന്നും പാർട്ടി വ്യക്തമാക്കി. അതേസമയം കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാക്കി SFIO. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജിവെച്ചില്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസല്ല, കള്ളപ്പണം വെളുപ്പിച്ച കേസാണ്. കോടിയേരിയോടും പിണറായിയോടും CPM-ന് ഇരട്ടത്താപ്പ് എന്തിനാണെന്നും VD സതീശൻ പറഞ്ഞു. മാസപ്പടി കേസ് നിയമപരമായി നേരിടേണ്ടത് അതുമായി ബന്ധമുള്ളവരാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന പ്രകാശ് കാരാട്ടിന്റെ മറുപടിക്ക് വിരുദ്ധമാണ് മുഹമ്മദ് സലീമിന്റെ നിലപാട്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി. ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. സുഗാന്തിനെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകൾ ചുമത്തി. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ഇത്തവണത്തെ പൂരം മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് നടത്താനും ക്രമസമാധാനം ഉറപ്പാക്കാനും കോടതി ഉത്തരവിട്ടു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നവരെ നിയമപരമായി നേരിടണം. പോലീസിനെ കൃത്യമായി വിന്യസിപ്പിക്കണമെന്നും DGPക്ക് കോടതി നിർദ്ദേശം നൽകി. തൃശൂർ പൂരം വെടിക്കെട്ട് അനിശ്ചിതത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇരു ദേവസ്വങ്ങളുടെ ഭാരവാഹികളെയും കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുപ്പിക്കും. കേന്ദ്രമന്ത്രിതല ചർച്ചയ്ക്കുള്ള തീയതി ഉടൻ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന് സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. കേസിൽ കോടതി തിങ്കളാഴ്ച വിധി പറയും. കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എതിരെയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടങ്ങി ഇന്ന് 54ാം ദിവസം. തീരുമാനമാകാതെ ആശാസമരം. 3ാം ഘട്ട മന്ത്രിതല ചർച്ചയുടെ തുടർച്ച ഇന്നുണ്ടായില്ല. വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിൽ സമരക്കാർ. അതേസമയം ആശമാരുടെ പ്രശ്നം പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് ആരോഗ്യ വകുപ്പ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും പാസായി. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് പാസാക്കിയത്. ബില്ല് അവതരണത്തിനിടയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. വഖഫ് ഭേദഗതി ബില്ലിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വിമർശനം ഉന്നയിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. അതേസമയം കോൺഗ്രസും CPM-ഉം മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് ആരോപിച്ച് ക്രിസ്ത്യൻ മുഖപത്രമായ ദീപികയിലും മുഖപ്രസംഗം. വഖഫ് എന്ന കങ്കാരു കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ടെന്നും ദീപികയുടെ വിമർശനം.
വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ഭരണഘടനയ്ക്ക് നേരെയുള്ള മോദി സർക്കാരിന്റെ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുമെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വഖഫ് നിയമ ഭേദഗതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ. രാജ്യത്തെ മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള സംഘപരിവാർ ശ്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും നിസാർ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈബി ഈഡൻ എംപിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച് BJP. മുനമ്പം ജനതയെ വഞ്ചിച്ചു, രാജിവെച്ചു പുറത്തു പോകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് BJP പ്രവർത്തകർ എറണാകുളം വടക്കൻ പറവൂരിൽ പ്രതിഷേധം നടത്തിയത്. MP സ്ഥാനം രാജിവെച്ച് മുനമ്പം ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും BJP ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നെല്ല് സംഭരണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. നെല്ല് സംരക്ഷിക്കാൻ എത്തുന്നില്ല എന്ന പ്രചാരണം വ്യാജമാണ്. കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നെല്ല് സംഭരിക്കുന്നതെന്നും എല്ലാ നെല്ലും ഗുണനിലവാരം നോക്കാതെ സംഭരിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മുതിർന്ന ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 100-ലധികം മലയാള ചലച്ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുള്ള നടനാണ് രവികുമാർ. ആറാട്ട്, CBI പാർട്ട് 5 എന്നീ സിനിമകളിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. പഴയകാല ബോളിവുഡ് നടനും സംവിധായകനുമായ മനോജ് കുമാർ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 84 വയസ്സായിരുന്നു. ദേശഭക്തി ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ താരം 4 പതിറ്റാണ്ട് ഇന്ത്യൻ സിനിമയിൽ സജീവമായിരുന്നു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ്. 60ഓളം സിനിമകളിൽ അഭിനയിക്കുകയും 7 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയൻ പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്നു. 1987-ൽ കോൺസ്റ്റബിളായി സർവീസിൽ കയറിയ വിജയൻ ഈ മാസം 30-നാണ് വിരമിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ASI ആയി തിരിച്ചെത്തിയ വിജയൻ 2021-ൽ മലപ്പുറം MSP അസിസ്റ്റന്റ് കമാൻഡറായി പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് വിരമിക്കൽ. മലപ്പുറം എടപ്പാൾ ഭൂമി കയ്യേറ്റത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സർവേ ചെയ്തത് പ്രകാരം MP തേൻ മേനോന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മേൽപ്പാലത്തിന് താഴെയെന്ന് കണ്ടെത്തി. അതേസമയം പെട്രോൾ പമ്പ് നിൽക്കുന്ന ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റോഡിലേക്ക് 3 മീറ്ററോളം ഇറങ്ങിയിട്ടാണെന്നും കണ്ടെത്തി. മുഹമ്മദ് മോഹ്സിൻ MLA ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ് വകുപ്പിന്റെ സ്ഥിരം നോട്ടപ്പുള്ളി. സാമ്പത്തിക ക്രമക്കേടിനും പദ്ധതി വിഹിതത്തിലെ നിയമവിരുദ്ധ ഇടപാടിനും മുൻപും ഇയാൾക്കെതിരെ വകുപ്പ് നടപടിയെടുത്തതിന്റെ രേഖകൾ പുറത്തുവന്നു. റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ള പണം നൽകുന്നില്ലെന്ന ആരോപണം. സിവിൽ സപ്ലൈസ് വകുപ്പ് 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ കരാറുകാർക്ക് നൽകാനുള്ളത് 70 കോടി രൂപ. കുടിശ്ശിക പണം നൽകാതെ വന്നതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് തോന്നിയത് പോലെയാണെന്നും റേഷൻ വ്യാപാരികൾ ആരോപിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. നാളെ 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പൻരുട്ടി ചക്കയും പുളിയങ്കുടി നാരങ്ങയും ഉൾപ്പെടെ തമിഴ്നാടിന്റെ 6 ഉൽപ്പന്നങ്ങൾക്ക് കൂടി ഭൗമസൂചിക പദവി. ഇതോടെ സംസ്ഥാനത്ത് ഈ അംഗീകാരം ലഭിച്ച ഉൽപ്പന്നങ്ങൾ 69ആയി. 79 ഉൽപ്പന്നങ്ങളുമായി രാജ്യത്ത് ഒന്നാമതുള്ള ഉത്തർപ്രദേശിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് തമിഴ്നാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ വധഭീഷണി. യുവാവിനെ 2 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 2023-ലാണ് കേസിനാസ്പദമായ സംഭവം. മുംബൈ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു. സംഭവത്തിൽ ചൂനാഭട്ടി നിവാസി കമ്രാൻ ഖാനെ ശിക്ഷിച്ചത്. ഫോർബ്സിന്റെ സമ്പന്ന പട്ടികയിൽ ആദ്യ 10-ൽ നിന്നും പുറത്തായി മുകേഷ് അംബാനി. സ്പേസ് എക്സ്, ടെസ്ല CEO ഇലോൺ മസ്കാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. $92.5 ബില്യൺ ആസ്തിയുമായി പട്ടികയിൽ 18-ാം സ്ഥാനത്താണ് മുകേഷ് അംബാനി. ഗൗതം അദാനി പട്ടികയിൽ 28-ാം സ്ഥാനത്തുമുണ്ട്. $216 ബില്യൺ ആസ്തിയുമായി മെറ്റ CEO മാർക്ക് സക്കർബർഗ് 2-ാം സ്ഥാനത്തെത്തി. ആദ്യമായാണ് മാർക്ക് സക്കർബർഗ് ഫോർബ്സിന്റെ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തെത്തുന്നത്.
മധ്യപ്രദേശിലെ കൊണ്ടാവത്തിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ 8 പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു. ഗംഗോർ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിഗ്രഹ നിമജ്ജനത്തിനായി ഗ്രാമവാസികൾ കിണർ വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. 150 വർഷം പഴക്കമുള്ള കിണറാണ് വൃത്തിയാക്കാനിറങ്ങിയത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിന് പിന്നാലെ കിണർ അടച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ വില വർധന ഏപ്രിൽ 8 മുതൽ 2500 രൂപ മുതൽ 62,000 രൂപ വരെയാണ് കൂടുക. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് മാത്രമാകും വർധനയെന്നും കമ്പനി അറിയിച്ചു. ഏപ്രിൽ 4% വരെ വില വർധന നടപ്പാക്കുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. EPFO അംഗങ്ങൾക്ക് ക്ലെയിം സെറ്റിൽമെന്റ് നടപടികൾ ലളിതമായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. തുക പിൻവലിക്കുന്നതിനായി ചെക്ക് ലീഫിന്റെയോ ബാങ്ക് പാസ്ബുക്കിന്റെയോ ചിത്രം ഓൺലൈനായി അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ UAN ഉപയോഗിച്ച് സീഡ് ചെയ്യുന്നതിന് തൊഴിലുടമയുടെ അംഗീകാരം വേണമെന്ന നിബന്ധനയും ഇല്ല. കുവൈത്ത് സെൻട്രൽ ബാങ്കിന്റെ നിയമങ്ങൾ പാലിക്കാത്ത മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. വ്യവസ്ഥകൾ പാലിക്കാതെ സമയപരിധി മാർച്ച് 31 അവസാനിച്ചതിനാലാണ് നടപടി. അടുത്തിടെയാണ് മന്ത്രിസഭയുടെ തീരുമാനത്തെ തുടർന്ന് എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം സെൻട്രൽ ബാങ്കിന് കൈമാറിയത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം രാജിവെക്കാനൊരുങ്ങി ഹംഗറി. ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഹംഗറിയിലെത്തിയതിനു പിന്നാലെയാണ് പ്രഖ്യാപനം. ഗാസ സൈനിക നടപടിയിൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും ആരോപിച്ചാണ് ICC നവംബറിൽ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകര തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. 2020 ശേഷം ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവയും ചൈനയ്ക്ക് 34% അടക്കം വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തി. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവയാണ് ചുമത്തിയത്. ചൈനയിൽ ജോലി ചെയ്യുന്ന US സർക്കാർ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകി ട്രംപ് ഭരണകൂടം. ചൈനീസ് പൗരന്മാരുമായി പ്രണയബന്ധമോ ലൈംഗിക ബന്ധമോ പാടില്ലെന്നാണ് നിർദ്ദേശം നൽകിയത്. ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെയാണ് US സർക്കാർ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയത്. UKയും ഓസ്ട്രേലിയയും രാജ്യാന്തര അപേക്ഷകർക്കുള്ള വിസ ചാർജുകൾ ട്യൂഷൻ ഫീസുകളും 13% വരെ വർദ്ധിപ്പിക്കും. ഈ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വിദേശത്ത് സന്ദർശനം, ജോലി, പഠനം എന്നിവ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർക്കുള്ള ഹ്രസ്വകാല സന്ദർശക വിസ, തൊഴിൽ സ്പോൺസർഷിപ്പുകൾ, ദീർഘകാല യൂണിവേഴ്സിറ്റി കോഴ്സുകൾ തുടങ്ങി നിരവധി വിഭാഗങ്ങളെ ഈ മാറ്റം ബാധിക്കും. സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കം പിൻവലിച്ചില്ലെന്നാരോപിച്ച് മെറ്റയ്ക്ക് കനത്ത പിഴ ചുമത്തി തുർക്കിയ. ചുമത്തിയ പിഴ എത്രയാണെന്ന് മെറ്റ വെളിപ്പെടുത്തിയില്ല. പൊതു താൽപര്യം പരിഗണിച്ചാണ് തുർക്കിയ സർക്കാരിന്റെ ആവശ്യം നിരാകരിച്ചതെന്ന് മെറ്റ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്തംബുൾ മേയർ ഇക്രം ഇമാം ഉഗ്ലുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാജ്യത്ത് പ്രതിഷേധം ശക്തമായത്. ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 29 മരണം. മരിച്ചവരിൽ 18 കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടും. 100-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഹമാസ് അറിയിച്ചു. കിഴക്കൻ ഗാസയിലെ ദാർ അൽ അക്രം സ്കൂളിലാണ് ആക്രമണം നടന്നത്. അഭയാർത്ഥി ക്യാമ്പാക്കി മാറ്റിയ സ്കൂളിലായിരുന്നു ആക്രമണം. ദുബായിയുടെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. 7 വിപണികളിലായാണ് തുടക്കത്തിൽ എമിറേറ്റ്സ് കൊറിയർ സർവീസ് നൽകുക. ഈദ് അവധിക്ക് ശേഷം പരിഷ്കരിച്ച ഗതാഗത നിയമങ്ങൾ കർശനമാക്കി ദുബായ്. നടപടിയുടെ ഭാഗമായി കൂടുതൽ പട്രോളിംഗ് വാഹനങ്ങളിൽ റോഡിലും വിന്യസിച്ചു. നിയമലംഘനം കണ്ടെത്തിയാൽ തടവും 2 ലക്ഷം വരെ പിഴയുമാണ് പുതിയ ശിക്ഷ. അശ്രദ്ധമായി റോഡിലൂടെ നടക്കുന്നത്, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് എന്നിവ ഇതിൽപ്പെടും. തെറ്റ് ആവർത്തിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും നിയമം പറയുന്നു. ദുബായിൽ നിന്നും മുംബൈയിലേക്ക് വെറും 2 മണിക്കൂറിലെത്താൻ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നു. മണിക്കൂറിൽ 600 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാർക്ക് പുറമെ ഇന്ധനം ഉൾപ്പെടെ ചരക്കുകളും കൊണ്ടുപോകാം. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് പദ്ധതി അവതരിപ്പിച്ചത്.
ഊബറുമായി ചേർന്ന് കൂടുതൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ദുബായ് RTA. ആഗോളതലത്തിൽ കൂടുതൽ കമ്പനികൾ രംഗത്തെത്തിയതോടെ അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. കേരളത്തിലെ കാർഷികോൽപ്പന്നത്തിനും ഭൗമസൂചിക പദവി. കോട്ടയം ജില്ലയിൽ കൃഷി ചെയ്യുന്ന തലനാടൻ ഗ്രാമ്പുവിനാണ് ഭൗമസൂചിക പദവി ലഭിച്ചത്. മുട്ടിന്റെ ആകർഷക നിറം, വലുപ്പം എന്നിവ കൊണ്ട് വിപണിയിൽ മുമ്പേ തന്നെ ശ്രദ്ധ നേടിയതാണ് ഈ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ദേശീയ അന്തർദേശീയ വിപണികളിൽ ഇതിന് പ്രിയമേറുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ വിളയാട്ടം. മൂന്നാർ ആറോ ജംഗ്ഷനിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകളും മൂന്നാർ പഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കും തകർത്തു. ആളുകൾ ബഹളം വെച്ചതോടെ ആന കാടുകയറി. തിരുവനന്തപുരം നെടുമങ്ങാട് 420 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. നെടുമങ്ങാട് സ്വദേശി സുനീർ ഖാനാണ് ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. പങ്കവിളയിലെ യൂസ്ഡ് കാർ ഷോറൂമിന്റെ ജീവനക്കാരനായി ഇന്നാണ് സുനീർ ഖാൻ MDMA കച്ചവടം നടത്തിയിരുന്നത്. മലപ്പുറം മഞ്ചേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാം MDMA-യുമായി 5 പേർ പിടിയിൽ. സാദിഖ്, ഷാഫി, ദിൽഷാദ്, ഷംസുദ്ദീൻ, സർബാസ് എന്നിവരാണ് പിടിയിലായത്. കാരപ്പറമ്പിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് ഇവർ പിടിയിലാകുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച് MDMA കടത്തിയ കേസിലെ പ്രതി അനില രവീന്ദ്രന്റെ മുഖ്യ കൂട്ടാളി പിടിയിൽ. കിളിക്കൊല്ലൂർ സ്വദേശി ഷറബിനാണ് പിടിയിലായത്. ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ശക്തികുളങ്ങര പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാൾക്ക് നൽകാനായാണ് അനില രവീന്ദ്രൻ 90 ഗ്രാം MDMA എത്തിച്ചത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 45 വയസ്സുകാരൻ പിടിയിൽ. തിരുവനന്തപുരം KSRTC ബസ്സിലെ യാത്രക്കാരനായ പുനലൂർ സ്വദേശി സജീവ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. തൃശൂർ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 400 ലിറ്റർ വാഷ് പിടികൂടി. എറണാകുളം സ്വദേശിയുടെ കാട് പിടിച്ചു കിടക്കുന്ന പുരയിടത്തിൽ നിന്നാണ് വാഷ് പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാരായം വാറ്റുന്ന കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചത്. തൃശൂർ ചേലക്കരയിൽ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ചേലക്കര സ്വദേശി മുഹമ്മദിനാണ് പരിക്കേറ്റത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കല്ലേപ്പാടത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ റോഡിലെ ഡിവൈഡറിൽ ഇടിച്ച് കാർ തലകീഴായി മറിഞ്ഞു. ഡ്രൈവിംഗിനിടെ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് മുഹമ്മദ് പറഞ്ഞു. പാലക്കാട് ആനക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വടിവാളുകളും കമ്പിപ്പാരയും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കവർച്ച നടത്തി മോഷ്ടാവ് മടങ്ങുമ്പോൾ അകപ്പെട്ട അതേ കിണറ്റിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. കിണറിലെ വെള്ളം വറ്റിച്ച് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്കാണ് ഇത് ആദ്യം ലഭിക്കുന്നത്. തൃശൂരിൽ കാണാതായ ബാൻഡ് സെറ്റ് കലാകാരനായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ കണ്ടെത്തി. ദേശമംഗലം കൊടപ്പാറ സ്വദേശി സുധീഷിന്റെ മൃതദേഹമാണ് കൊടപ്പാറ ക്ഷേത്രത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മലപ്പുറം കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മരിച്ചു. കോഴിക്കോട് സ്വദേശി സന്ദേശാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു. കുളിക്കുന്നതിനിടെ സന്ദേശ് അപകടത്തിൽപ്പെടുകയായിരുന്നു. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് ബ്ലാറക്കോട് സ്വദേശിയായ യുവാവ് ദുബായിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ദുബായ് കാരാമൻ സെന്ററിലെ ജീവനക്കാരൻ മുഹമ്മദ് അൽഹത്താർ റിഷാലാണ് മരിച്ചത്. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ റിഷാലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കാസർഗോഡ് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ടംകുഴി കാരാട് സ്വദേശി ദിനേശനാണ് മരിച്ചത്. ഇന്ന് രാവിലെ ബന്ധുവാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം പൂവച്ചൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഗേറ്റും പൂട്ടും തകർത്ത സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. പൂവച്ചൽ പുളിംകോട് സ്വദേശി വിനോദ് എന്ന കുട്ടനാണ് പ്രതി. ഇയാൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു. 5 വർഷം മുൻപ് പുളിംകോട് ഭദ്രകാളി ക്ഷേത്രത്തിലും കയറി ആക്രമണം ഉണ്ടാക്കിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ദിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ നേടൂ